പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാൻ മാരിടൈം ഏജൻസി പിടികൂടിയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയാണ് കോസ്റ്റ് ഗാർഡ് മോചിപ്പിച്ചത്. കപ്പൽ ഗുജറാത്തിലെ ഓഖ തുറമുഖത്ത് മടങ്ങിയെത്തി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഇന്ത്യയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നല്ലോ. പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുക്കുന്നു, അതും മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു എന്നും അറിയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? പൂജ, ഇന്നലെ ഉച്ചയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സമുദ്ര അതിർത്തിയിൽ നോ ഫിഷിംഗ് സോണിൽ വെച്ച് ഒരു ഇന്ത്യൻ ഫിഷിംഗ് വെസലിന്റെ ഡിസ്ട്രസ് കോള് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ലഭിക്കുകയുണ്ടായി. ആ ഡിസ്ട്രസ് കോളിൽ പറഞ്ഞത് മറ്റൊരു മത്സ്യബന്ധന ബോട്ടിനെ പാകിസ്ഥാൻ മാരിടൈം ഏജൻസി കസ്റ്റഡിയിലെടുത്തു. അതിലുണ്ടായിരുന്ന 7 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള കാര്യമായിരുന്നു. ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് ഈ കാര്യത്തിൽ ഇടപെട്ടു. കോസ്റ്റ് ഗാർഡിന് തന്നെ അഗ്രിം എന്ന് പറഞ്ഞൊരു കപ്പലിനെ ഈ പാകിസ്ഥാൻ മാരിടൈം ഏജൻസിയുടെ PMS നുസ്രത്ത് എന്ന് പറയുന്ന കപ്പലിനെ പിന്തുടരാൻ വേണ്ടി അയക്കുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിന്ന അതിനാടകമായിട്ടുള്ള ചേസിങ്ങിനൊടുവിലാണ് ഈ 7 പേരെയും മോചിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് സാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഒരു വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ തന്നെ മത്സ്യബന്ധന ബോട്ടായിട്ടുള്ള കാൽ ഭൈരവ് എന്ന് പറയുന്ന ബോട്ടായിരുന്നു ഈ നോ ഫിഷിംഗ് സോണിൽ വെച്ച്. അത് ഇന്ത്യ പാകിസ്ഥാൻ മാരിടൈം അതിർത്തിയായിരുന്നു, സമുദ്ര അതിർത്തിയായിരുന്നു. അവിടെ വെച്ച് പാകിസ്ഥാൻ മാരിടൈം ഏജൻസിയുടെ ഈ PMS നുസ്രത്ത് എന്ന് പറഞ്ഞ കപ്പലാണ് അതിലുണ്ടായിരുന്ന 7 പേരെയും 7 മത്സ്യത്തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്തത്. ആ കപ്പലിനെ ഏകദേശം 2 മണിക്കൂറോളം പിന്തുടർന്നാണ് ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡ് സംഘം പിടിച്ചത്. അതിലുണ്ടായിരുന്ന 7 പേരെയും മോചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് കുറ്റത്തിന്റെ കീഴിലാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സംഘർഷം ഉണ്ടായില്ല എന്നുള്ളതാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും ഈ 7 പേരെയും മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഇന്നലെ തന്നെ ഈ 7 പേരെയും കൊണ്ട് ഇന്ത്യയുടെ ഈ കോസ്റ്റ് ഗാർഡ് കപ്പൽ ഗുജറാത്തിലെ ഓഖ തുറമുഖത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുമുണ്ട്. ഇവരിപ്പോൾ ഇവരുടെ നില തൃപ്തികരമാണ് എന്നുള്ള കാര്യം കൂടി ഇന്ത്യ കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗുജറാത്ത് പോലീസും കോസ്റ്റ് ഗാർഡും ഫിഷറീസ് വകുപ്പും ചേർന്നൊരു സംയുക്ത അന്വേഷണം കൂടി എന്താണ് ഈ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യങ്ങളിലേക്ക് നയിച്ചത് എന്നതടക്കം ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കസ്റ്റഡിയിലെടുക്കാനുള്ള കാരണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലല്ലോ അർജുൻ. ഈ മത്സ്യത്തൊഴിലാളികൾ നിലവിൽ എവിടെയാണ്? അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. സംഘർഷത്തിലേക്കൊന്നും നീങ്ങിയില്ലായിരുന്നു അല്ലേ? ആ പൂജ, സംഘർഷങ്ങളിലേക്ക് കാര്യം പോയിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഈ 7 പേരെയും കസ്റ്റഡിയിലെടുക്കാനുണ്ടായ കാര്യം എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രധാനമായിട്ടും ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ 7 പേരെയും കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആ കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു സംഘർഷങ്ങളിലേക്കൊന്നും പോകാതെ കൃത്യമായിട്ടുള്ള ചർച്ചകളിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഈ മാരിടൈം ഏജൻസി കപ്പലിലുണ്ടായിരുന്നവരോട് സംസാരിച്ച് തന്നെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 7 പേരെയും മോചിപ്പിച്ചത്. ഇവർ 7 പേരും ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അവർ വേണ്ട വൈദ്യസഹായം നൽകുന്നുണ്ട്. മാത്രമല്ല ഇവര് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിരുന്നു. എന്തായാലും 7 പേരുടെയും നില തൃപ്തികരമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഈ കോസ്റ്റ് ഗാർഡ് അവരുടെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിലടക്കം എന്താണ് ഈ കസ്റ്റഡിയിലെടുക്കുന്നത് അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങിയ എന്നുള്ള കാര്യങ്ങളിലടക്കം സംയുക്തമായിട്ടുള്ള അന്വേഷണം ഗുജറാത്ത് പോലീസും ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും ചേർന്ന് സംയുക്തമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. 2 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത് എന്നാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികളെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടിട്ടില്ല. സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുകൂടി അറിയുന്നു. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരാണ്. ഇക്കാര്യം ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി വരികയും ചെയ്തിട്ടുണ്ട്. ഈ കപ്പൽ ഇപ്പോൾ ഗുജറാത്തിലെ ഓഖ തുറമുഖത്ത് മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.